പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 6-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. എത്ര അത്ഭുതകരമായി, അതിശയകരമായി, ശ്രേഷ്ഠമായി കർത്താവ് നമ്മളെ നടത്തി. അതിനൊന്ന് സ്തോത്രം പറഞ്ഞ് ഇന്നലത്തെ സഭായോഗത്തെ അനുഗ്രഹമാക്കി. കർത്താവിന് വലിയ കൃപ നമ്മളെല്ലായിടത്തും അനുഭവിച്ചു. അമേൻ. അനർത്ഥങ്ങളിൽ നമ്മളെ വിടുവിച്ചു. നമ്മുടെ യാത്രകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അമേൻ. നമ്മുടെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെ ആയിരുന്നു അവിടെ എല്ലാം കർത്താവ് നമ്മളെ കരുതിയില്ലേ. ആ വലിയ കരുതിയ വിധങ്ങൾക്കായിട്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനെ അങ്ങോട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഈ പോയ രാത്രികാലവും സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയില്ലേ, അതിനും കർത്താവിന് നന്ദി പറഞ്ഞേ. കർത്താവിന് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. അപ്പ നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന്, അമേൻ, ആനന്ദത്തോടെ നമ്മളെ നടത്തുന്നതിന്, അമേൻ, ജയോത്സവമായി നടത്തുന്നതിന്, കർത്താവിന്റെ സംരക്ഷണ വലയത്തിനകത്ത് നമ്മളെ ആക്കിയിരിക്കുന്നതിന്, ചിറകിന്റെ മറവിൽ നമ്മളെ ആക്കിയിരിക്കുന്നതിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു പിതാവേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. 109-ാം സങ്കീർത്തനം, അതിന്റെ 109-ാം സങ്കീർത്തനം 30-ാമത്തെ വാക്യം പറയും, ഞാൻ എന്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം പുകഴ്ത്തും, സ്തുതിക്കും. അതെ, ഞാൻ പുരുഷാരത്തിന്റെ നടുവിൽ അവനെ പുകഴ്ത്തും. ഹല്ലേലൂയ. ഞാൻ എന്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. അല്ലെങ്കിൽ ഞാൻ എന്റെ ഗ്രേറ്റ്ലി, ധാരാളമായി, ഗ്രേറ്റ്ലി ആയിട്ട്, ഒത്തിരി ഞാൻ എന്റെ കർത്താവിനെ എന്ത് ചെയ്യും? എന്റെ വായ് കൊണ്ട് സ്തുതിക്കും. എന്നിട്ട് പറയുന്നു, അതെ, ഞാൻ പുരുഷാരത്തിന്റെ നടുവിൽ കർത്താവിനെ പുകഴ്ത്തും. പുരുഷാരം 4 പേര് കൂടുന്നിടത്ത് ഞാൻ എന്റെ കർത്താവിനെ കുറിച്ച് പറയും. എന്റെ കർത്താവ് ചെയ്ത നന്മകളെ കുറിച്ച് പറയും. കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറയും. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പൊ ഈ ശബ്ദങ്ങൾക്ക് എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുക. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകിയാൽ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്ന സകലത്തിലും ദൈവിക അനുഗ്രഹങ്ങളെ അനുഭവിപ്പാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ ദൈവകൃപയുണ്ടാണ്. പ്രത്യേകിച്ച് ലെഫ്റ്റ് ചെസ്റ്റിനകത്ത് മിന്നൽ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവൻ തരിപ്പ് അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിനെന്ത് കാരണമാണോ അതിപ്പോൾ തന്നെ അവരെ വിട്ടുമാറുവാനും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുവാനും കൽപ്പിക്കുന്നു. അതുപോലെ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പെട്ടെന്നുണ്ടാകുന്ന കിതപ്പുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. കർത്താവ് അവരെയും വിടുവിക്കണം. എല്ലാവരുടെയും ആവശ്യങ്ങൾ, വലിയ ദൈവിക ഇടപെടലുകളെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അയക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങൾ കർത്താവെ സന്തോഷം കൊടുക്കണം, സമാധാനം കൊടുക്കണം. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങനെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിനകത്ത് അഭിവൃദ്ധിയില്ലാതെ നാളുകളായി വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം അതിന്മേൽ ചലിക്കട്ടെ. ബിസിനസ്സിനകത്ത് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഈ ജൂലൈ മാസത്തിന്റെ അവസാനം ഈ തുടർമാനമായുള്ള ദിവസങ്ങൾ അവർക്ക് ആ ബിസിനസ്സിനകത്ത് വലിയ സ്വസ്ഥത അനുഭവിപ്പാൻ സഹായിക്കണം. കർത്താവേ, ഈ മാസം അങ്ങ് തന്ന വാഗ്ദത്തം പോലെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആ ഡിവൈൻ റെസ്റ്റിൽ എൻ്റർ ചെയ്യണം. സ്വർഗീയ സമാധാനത്തിൽ, സ്വർഗീയ സ്വസ്ഥതയിൽ എല്ലാവരും ജീവിക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതിന് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ വേലക്കാരുടെ എണ്ണം ഈ ദിവസങ്ങളിൽ വർദ്ധിക്കട്ടെ. കൊയ്ത്തിന്റെ യജമാനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ, വേലക്കാരെ അയക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടെ, അധികാരത്തോടെ കർത്താവിന്റെ വേല ചെയ്യുന്നവർ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് വരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ച
രോഗശാപ്പയ്ക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും വലിയ ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഇന്നലെ ഈ കഴിഞ്ഞ 2 ദിവസം നമ്മൾ കേട്ടത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരാളുടെ അനുഭവങ്ങളെ കുറിച്ചാണ് കേട്ടത്. ഇന്നലെ പറഞ്ഞു വിശ്വാസത്താൽ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, അവൻ ഭയപ്പെട്ട് ഓടിപ്പോവുകയില്ല. ഇന്ന് നീതിമാന്റെ ഭവനത്തിനകത്തെ ചില അനുഗ്രഹങ്ങൾ ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവന്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടവരാണ്. നമ്മുടെ പ്രവൃത്തിയാലല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടത്. പലപ്പോഴും പിശാച് നമ്മളെ പേടിപ്പിക്കുന്നത്, പിശാച് നമ്മളെ മിസ്ഗൈഡ് ചെയ്യുന്നത്, അതായത് പറയും നീ അങ്ങനെ ചെയ്തതുകൊണ്ട് നിനക്ക് ഇങ്ങനെ ഉണ്ടാകത്തില്ല, നീ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകത്തില്ല. അത് പഴയ നിയമത്തിലായിരുന്നു. പുതിയ നിയമത്തിൽ വിശ്വാസത്താലാണ് നീതീകരണം വന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. മിനിഞ്ഞാന്നത്തെ മെസ്സേജ് ആദ്യം കേട്ട് നോക്കണം. അപ്പം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടവരെ വിശ്വസിച്ചപ്പോൾ നീതീകരണം വന്നു. ഇന്ന് സദൃശവാക്യം 3:33 പറയുക, യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്, എന്നാൽ നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ കർത്താവ് എന്ത് ചെയ്യും? അവൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ നീതിമാന്മാർ വസിക്കുന്ന വാസസ്ഥലം അല്ലെങ്കിൽ ഭവനം എവിടെ പാർക്കുന്നു ആ ഭവനം എന്ത് ചെയ്യും? അത് അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ആമേൻ. നീതിമാൻ അവന്റെ അനുഗ്രഹത്തിന്റെ പ്രവാഹത്തിന് കീഴിൽ നടക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പ്രവാഹം അല്ലെങ്കിൽ ഒഴുക്കിന്റെ കീഴിലാണ് നീതിമാൻ നടക്കുന്നത്. ഹല്ലേലൂയ. കാരണം അവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടതാണ്. അവൻ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ദൈവിക നീതി സൗജന്യമായി ലഭിച്ചവനാണ്. ഇനി അവൻ ജീവിക്കുന്നത് ദൈവിക നീതിയിൽ. അവന്റെ വാക്കുകൾ നീതിമാന്റെ വാക്കുകളായിരിക്കും, അവന്റെ പ്രവൃത്തികൾ നീതിമാന്റെ പ്രവൃത്തികളായിരിക്കും. അപ്പം വേദോസം പറയുക, നീതിമാൻ അവന്റെ അനുഗ്രഹത്തിന്റെ പ്രവാഹത്തിന് കീഴിലാണ് നടക്കുന്നത്. ഒന്നോർത്ത് നോക്കിയ മഴ നനഞ്ഞ് നടക്കുന്നത് പോലെ ഒരു ദൈവിക നീതിമാൻ ദൈവിക അനുഗ്രഹത്തിലാണ് നടക്കുന്നത്. പ്രവാഹം, ഒഴുക്ക് അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ ഒഴുക്കിൽ നടക്കുന്നു. അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഭൂമിയെ കൈവശമാക്കുന്നു വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം നീതിമാൻ സ്ഥിരതയുള്ള നീതിമാന്മാരുടെ ഭവനം സന്തോഷകരവും അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടതുമായിരിക്കും. അപ്പൊ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാം. ഞാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്. എന്റെ ഭവനം എങ്ങനായിരിക്കും? എന്റെ ഭവനം, ഞങ്ങൾ ജീവിക്കുന്നത് ദൈവിക അനുഗ്രഹത്തിന്റെ പ്രവാഹത്തിന് കീഴിലായിരിക്കും. 1. 2, സന്തോഷകരവും അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടതുമായിരിക്കും എന്റെ ഭവനം. 118 സങ്കീർത്തനം 16 വാക്യത്തിൽ പറഞ്ഞു, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. നിങ്ങളുടെ കൂടാരത്തിൽ ഇന്ന് അതില്ല എങ്കിൽ നിങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കണം, ഞാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്, ഞാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് എന്റെ ഭവനത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നതിനായി സ്തോത്രം. തരണമെന്ന് പ്രാർത്ഥിക്കേണ്ട, അത് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം. അത് നിങ്ങളുടെ അവകാശമാണ്. ഹല്ലേലൂയ. 112 സങ്കീർത്തനം 2 വാക്യത്തിൽ പറയുന്നു, നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവർ തലമുറ, നീതീകരിക്കപ്പെട്ടവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിനകത്ത് എന്തൊക്കെ ഉണ്ടാകാം? നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അവൻ 122 സങ്കീർത്തനം പറയുന്നു, നിന്റെ ഭാര്യ വീടിനകത്തെ ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും അമേൻ ഒലിവുതൈകൾ പോലെയായിരിക്കും. അപ്പൊ ഇത് എന്തിനാ ഇത് നിങ്ങളെ ഇന്ന് രാവിലെ ഈ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചത്? ഇത് നിങ്ങൾക്കുള്ള അവകാശമാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബാങ്കിൽ എത്ര രൂപ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് പോയി അത് എഴുതി മേടിക്കാം. ഇതുപോലെ ദൈവിക നീതിയിലായിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹമാണ്. ഇത് നിങ്ങളുടെ അവകാശമാണ്. ഇത് നിങ്ങൾക്കുള്ള ഇൻഹെറിറ്റൻസ് ആണ്. ക്രിസ്തുവിലായ നിങ്ങൾക്കുള്ള അവകാശമാണ്. അത് നിങ്ങളുടെ കുടുംബത്തിനകത്തെ അനുഗ്രഹമാണ്. കുടുംബത്തിനകത്ത് സന്തോഷം, കുടുംബത്തിനകത്ത് സമാധാനം, കുടുംബത്തിനകത്ത് ദൈവിക അനുഗ്രഹം. ആ ദൈവിക അനുഗ്രഹത്തിന്റെ ഒഴുക്കിന്റെ കീഴിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ വീടിനകത്ത് നിലവിളിയല്ല, നിങ്ങളുടെ വീടിനകത്ത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമാണ് നിറഞ്ഞു കവിയുന്നത്. ഇത് നിങ്ങളുടെ അവകാശമാണ് കേട്ടോ. യേശുക്രിസ്തുവിലായതാണോ, രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, നിങ്ങളുടെ അവകാശമാണ്. ഇത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളത് സ്വീകരിച്ചാട്ടെ, നിങ്ങൾ ഡിക്ലെയർ ചെയ്താട്ടെ, ഇത് എന്റെ അവകാശമാണ്. യേശുവിന്റെ നാമത്തിൽ ഈ അവകാശത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഇത് നിങ്ങൾ ദിവസവും പ്രഖ്യാപിക്കുക. നിങ്ങളുടെ ഭവനം ആമേൻ ആ നീതിമാന്റെ കൂടാരത്തിന്റെ അനുഭവം നിങ്ങളുടെ ഭവനത്തിലും ഉണ്ടാകും. കാരണം നിങ്ങൾ നീതിമാനാകുകയാണ്. യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാകുക. പിന്നെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോകത്തിന്റെ
സിസ്റ്റത്തിൽ ജീവിക്കല്. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ നടത്തേണ്ടത്. ആമേൻ. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പാപത്തിന്റെ വഴികളിൽ പോകാതെ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ പോകാതെ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരായി മാറണം. അതുകൊണ്ട് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവെ അങ്ങനെ നയിക്കണമേ, എന്റെ വാക്കുകളെ അങ്ങ് നിയന്ത്രിക്കണമേ, എന്റെ കേൾവിയെ അങ്ങ് നിയന്ത്രിക്കണമേ, എന്റെ കൈകളെ അങ്ങ് നിയന്ത്രിക്കണമേ, പരിശുദ്ധാത്മാവെ അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ എന്നെ നടത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതുവരെയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു അവസരം തരിക. അവൻ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായി സ്വീകരിക്കാൻ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, നിങ്ങൾ ദൈവിക നീതിമാന്മാരായി മാറും. ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടേതായി മാറും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. ആമേൻ. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഇവിടെ നോക്കി, നിങ്ങൾ മിനിഞ്ഞാന്നത്തെ മെസ്സേജ് ഒന്ന് കേൾക്കണം, ഇന്നലത്തെ മെസ്സേജ് വീണ്ടും കേൾക്കണം, എന്നിട്ട് ഇത് കേൾക്കണം. ഇത് മൂന്നും കൂടെ കേൾക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ 3 മെസ്സേജ് വായിച്ചു കൊടുക്കണം. അവരും കേൾക്കട്ടെ. അവരും നീതീകരണം പ്രാപിച്ചവർ, ആ നീതിയുടെ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.